أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار بسم الله الرحمن الرحيم وأصحاب الشمال ما أصحاب الشمال في سموم وحميم وظل من يحموم لا بارد ولا كريم إنهم كانوا قبل ذلك مترفين يا أيها الإخوان والأخوات اتقوا الله عباد الله أوصيكم أولا بتقوى الله. ഏറെ സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ച് ഖബറിലേക്ക് മടങ്ങേണ്ടവരാണ് നമ്മൾ എല്ലാവരും എന്ന ബോധത്തോടു കൂടി അമലുകളെ ക്രമപ്പെടുത്തണേ എന്ന് ഓരോരുത്തരെയും ആദ്യമായി ഓർമ്മിപ്പിക്കുകയാണ്. അള്ളാഹു നമുക്ക് എല്ലാവർക്കും പരിപൂർണമായ ആരോഗ്യവും ഈമാനും പ്രദാനം ചെയ്യുമാറാവട്ടെ. സഹോദരന്മാരെ സഹോദരിമാരെ, നമ്മുടെ താപനില ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ചൂട് അസഹനീയമാണ്. കാണുന്ന വാർത്തകളും കേൾക്കുന്ന വാർത്തകളുമൊക്കെ ഇന്ന് വളരെ ചർച്ച ചെയ്യുന്ന വിഷയം ചൂടിനെക്കുറിച്ചാണ്. നമ്മുടെ കാലാവസ്ഥ തകിടം മറിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നൊക്കെയാണ് അതിൻ്റെ അവകാശപ്പെട്ടവർ എന്ന് പറയുന്നവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആകെ അലോസരമാണ് എന്നാണ്. അങ്ങനെ നമ്മുടെ അന്തരീക്ഷം ആകെ ചൂടുമായി വളരെ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്താണ് പരിഹാരം എന്നുള്ളതാണ് ഇന്ന് നമ്മുടെ ലോകം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാലാവസ്ഥകൾ തെറ്റിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. മഴ പെയ്യേണ്ടതില്ലാത്ത സ്ഥലങ്ങളിൽ മഴ വല്ലാതെ പെയ്യുന്നു, അവിടെ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നു. ഇവിടെ ചൂട് കൂടിക്കൂടി വരികയാണ്. ഇങ്ങനെ അസഹനീയമായ ഒരവസ്ഥയിലാണ് ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ കേരളം. ഇവിടെയാണ് ശരീരവും നമ്മുടെ മനസ്സും തണുപ്പിക്കുവാനുള്ള മാർഗവുമായി നാം നെട്ടോട്ടമോടുകയാണ്. തണുപ്പിക്കാൻ വേണ്ടി ശീതളപാനീയങ്ങൾ, ശരീരം തണുപ്പിക്കാൻ, അല്ലേ? അതേപോലെ നമ്മുടെ വീട്ടിൽ, നമ്മുടെ വീടുകളിൽ, നമ്മുടെ സ്ഥാപനങ്ങളിലൊക്കെ അതിൻ്റെ ശീതീകരിക്കുന്ന സംവിധാനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. പുറത്തിറങ്ങുമ്പോൾ നമ്മൾ പറയും ഔ എന്തൊരു ചൂടെന്ന് പറയും. ഉള്ളിലേക്ക് കയറുമ്പോൾ നമ്മൾ പറയും ഒരു ആശ്വാസമായി എന്ന് പറയും. ഈ രൂപത്തിൽ നമ്മുടെ കാലാവസ്ഥകൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. മുമ്പെങ്ങും ഇല്ലാത്ത അത്ര ഡിഗ്രിയാണ് ചൂട് കൂടി വരികയാണ്. ഇനി എന്താ ചെയ്യുക ഇങ്ങനെ പോയാൽ എന്ന് നമ്മളൊക്കെ പലരും പറയാൻ തുടങ്ങി. മാത്രമല്ല, നമ്മുടെ ഗവൺമെന്റുകൾ നിർദ്ദേശങ്ങൾ വെച്ചു ഇത്ര മണി മുതൽ ഇത്ര മണി വരെ പുറത്തിറങ്ങാൻ പറ്റൂല എന്നൊക്കെയാണ്. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില വശങ്ങളുണ്ട്. നമ്മൾ പലപ്പോഴും ചൂട് കൂടുമ്പോൾ പലരും തുറന്ന സ്ഥലങ്ങളിൽ കിടക്കാൻ ശ്രമിക്കും, തുറന്ന സ്ഥലങ്ങളിൽ കിടന്നുറങ്ങാൻ ശ്രമിക്കും. അവിടെ റസൂലുള്ളാഹിയുടെ നിർദ്ദേശമുണ്ട് അങ്ങനെ തുറന്ന സ്ഥലങ്ങളിൽ കിടന്നുറങ്ങാൻ പാടില്ല എന്നുള്ളതൊക്കെയാണ്. അപ്പൊ ഏതായാലും ഈ ചൂട് കൂടിക്കൊണ്ടിരിക്കുമ്പോൾ വിശ്വാസികളായ നമുക്ക് അതിൽ എന്തൊക്കെയാണ് ഗുണപാഠങ്ങളുള്ളത് എന്നാണ്. നമുക്ക് എന്തെങ്കിലും സൂചനകളോ ഈ വിഷയത്തിൽ വന്നിട്ടുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതാണ്. ചൂട് കൂടിക്കൊണ്ടിരിക്കുന്നു എന്ന് പരാതി പറയുമ്പോൾ, പരിഭവങ്ങൾ പറയുമ്പോഴും നമുക്ക് എന്താണ് അതിൽ ഗുണപാഠമായിട്ടുള്ളത്, എന്തെങ്കിലും ഗുണപാഠം ഉണ്ടാകുമോ എന്നൊരു ചിന്ത നമുക്ക് ആവശ്യമാണ്. ഈ രൂപത്തിൽ ജലസ്രോതസ്സുകൾ വറ്റിക്കൊണ്ടിരിക്കുമ്പോൾ നാം കാര്യമായി ശ്രദ്ധിക്കേണ്ടത് ജീവജാലങ്ങളെയാണ്, മൃഗങ്ങളെയാണ്, പക്ഷിലതാദികളെയാണ്. അവ 10,000-ത്തിലധികം പക്ഷി മൃഗാദികൾ ചത്തൊടുങ്ങുന്നു
ഈ ചൂട് കാരണം എന്നാണ് കണക്കുകൾ പറയപ്പെടുന്നത്. പക്ഷിമൃഗാദികളുടെ കാര്യം പറയുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത്, നായക്ക് വെള്ളം കൊടുത്തവൻ സ്വർഗത്തിലാണെന്നും പൂച്ചയെ കെട്ടിയിട്ടവൻ നരകത്തിലാണെന്നും പറയുമ്പോൾ ജീവജാലങ്ങൾക്ക് വെള്ളം ലഭ്യത ഉറപ്പുവരുത്തേണ്ടത് നമ്മുടെ ബാധ്യതയാണ് എന്നുള്ളത് ഈ വേനൽക്കാലത്ത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട ഒരു വലിയൊരു വശമാണ്. വെള്ളത്തെക്കുറിച്ച് പറയുമ്പോൾ പൊതുവെ വെള്ളം എന്നത് പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയിട്ടാണ് നമ്മൾ മനസ്സിലാക്കുക. എൻ്റെ വീട്ടിൽ വെള്ളം വറ്റിയാൽ തൊട്ടടുത്തുള്ളവന്റെ വീട്ടിൽ പോയി വെള്ളം എടുക്കുവാനുള്ള അധികാരം നമുക്കുണ്ട് എന്നാണ്, പെർമിഷൻ വാങ്ങാതെ തന്നെ. കാരണം അവരന്റെ കിണറിലെ വെള്ളത്തിന് ഹക്ക് എനിക്ക് കൂടിയുണ്ട് എന്നുള്ളത് നാം സാന്ദർഭികമായി മനസ്സിലാക്കേണ്ടതാണ്. എന്ന് പറഞ്ഞാൽ വെള്ളം കൊടുക്കാതിരിക്കാൻ പറ്റൂല. നമ്മുടെ വീട്ടിലുള്ള വെള്ളം അത് എന്റേതാണ്, എന്റെ മുതലിൻ്റെതാണ്, എന്റെ കിണറിൻ്റെതാണ്, എന്റെ അധ്വാനത്തിന്റെ ഫലമാണ്, അതുകൊണ്ട് തന്നെ ഞാൻ ആർക്കും കൊടുക്കൂല എന്ന് ഒരാൾക്ക് തീരുമാനിക്കാൻ ഒരു അവകാശവുമില്ല. ഹഖുൽ ലിസ്സാഇലി വൽ മഹ്റൂം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ സക്കാത്തിന്റെ വിഷയത്തിൽ. അതുപോലെ വെള്ളം എന്നുള്ളത് ഇല്ലാത്തവന്റെ ഹക്കാണ് വെള്ളം എന്നുള്ളത് നമ്മൾ സാന്ദർഭികമായി മനസ്സിലാക്കേണ്ട ഒരു വശമാണ്. അതുകൊണ്ട് തന്നെ വെള്ളത്തെക്കുറിച്ച് നാം ഒരുപാട് കാര്യങ്ങൾ ആലോചിക്കേണ്ടതാണ്. ചൂട് കൂടുമ്പോൾ നമ്മൾ പ്രാർത്ഥന മിമ്പറുകളിലും ജുമഅക്കും നിസ്കാര ശേഷവുമൊക്കെ പ്രാർത്ഥനകൾ നടത്തിക്കൊണ്ടേയിരിക്കണം. മഴ പെയ്യാൻ വേണ്ടിയുള്ള മാർഗങ്ങളായി ഇസ്ലാം പഠിപ്പിച്ചത് ഇസ്തിഗ്ഫാറാണ്. ഫഖുൽതു ഇസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ. നൂഹ് നബി അലൈഹിസ്സലാം പഠിപ്പിച്ച തത്വമാണത്. സൂറത്ത് നൂഹിൽ ആയത്താണ്. നൂഹ് നബി അലൈഹിസ്സലാം പറയുന്നു ഇസ്തഗ്ഫിറൂ റബ്ബക്കും. ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ മഴയ്ക്ക് വേണ്ടി നിസ്കാരം വിളിച്ചു കൂട്ടി കന്നുകാലികളെയും മൃഗങ്ങളെയും ജീവികളെയും മനുഷ്യരെയൊക്കെ വിളിച്ച് ഒരു മൈതാനത്ത് കൊണ്ടുപോയി മഴയ്ക്ക് വേണ്ടി നിസ്കാരം സംഘടിപ്പിച്ചു എന്നാണ്. ആ നിസ്കാരത്തിൽ ഒരുപാട് തവണ അസ്തഗ്ഫിറുല്ലാഹ് 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 നിങ്ങൾ ഒരുപാട് തവണ ആവർത്തിച്ചു. നിസ്കാരം കഴിഞ്ഞപ്പോൾ സഹാബികൾക്ക് വലിയ പുതുമയുള്ള കാര്യമാണല്ലോ. അപ്പൊ സഹാബികൾ ചോദിച്ചു, നിങ്ങൾ കാര്യമായി ഒന്നും നിസ്കാരത്തിലൊന്നും പറഞ്ഞിട്ടൊന്നുമില്ലല്ലോ, കംപ്ലീറ്റ് അസ്തഗ്ഫിറുല്ലാഹ് എന്ന് മാത്രമേ നിങ്ങൾ പറഞ്ഞിട്ടുള്ളൂ, വേറൊന്നും ഞങ്ങൾ കേട്ടിട്ടില്ല, എന്താണ് ഇതിന്റെ അർത്ഥം, എന്താണ് നിങ്ങൾ ഉദ്ദേശിച്ചത് എന്ന് ചോദിച്ചപ്പോ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ആയത്ത് ഓതി. സൂറത്ത് നൂഹിലെ ഈ 10, 11, 12 ആയത്തുകളായിരുന്നു. ഫഖുൽതു ഇസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറ എന്ന് തുടങ്ങുന്ന ആയത്തുകളായിരുന്നു. അല്ലാഹ് പഠിപ്പിച്ചതാണ് നിങ്ങൾ അല്ലാഹുവോട് ഇസ്തിഗ്ഫാർ തേടുക. അത് റമദാനിൽ മാത്രം കേന്ദ്രീകരിക്കേണ്ടുന്ന ഒരു സ്വഭാവമല്ല എന്നർത്ഥം. ഇസ്തിഗ്ഫാർ ചെയ്യുമ്പോൾ അല്ലാഹു നിങ്ങൾക്ക് മഴ വർഷിപ്പിക്കും എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ സഹോദരിമാരെ, സഹോദരന്മാരെ, നമുക്ക് ഈ ചൂട് കുറയാനുള്ള ഒരു മാർഗം നമ്മൾ മാറുക എന്നുള്ളതാണ്. നമ്മൾ ഇസ്തിഗ്ഫാർ തുടങ്ങുക എന്നുള്ളതാണ്. ഇസ്തിഗ്ഫാർ തുടരുക എന്നുള്ളതാണ്. ഇസ്തിഗ്ഫാർ തന്നെയാണ് അതിനുള്ള മാർഗം. മഴയ്ക്ക് വേണ്ടി നിസ്കാരത്തിലും ഉണ്ടാവുക മുഖ്യമായും ഇസ്തിഗ്ഫാർ തന്നെയായിരിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇസ്തിഗ്ഫാർ പാപമോചനം തുടങ്ങേണ്ടതുണ്ട്, അത് അധികരിപ്പിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ വിശ്വാസികളായ നിലയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പല ആളുകളും ശപിച്ച വർത്തമാനം പറയും. കാലത്ത് ശപിക്കാൻ പാടില്ല എന്നാണ്. ലാ തൽഅനു അർരീഹ, അല്ലേ, ലാ തസ്ബു അദ്ദഹ്റ എന്ന് പറഞ്ഞതുപോലെ ലാ തൽഅനു അർരീഹ, നിങ്ങൾ കാറ്റിനെ ശപിക്കാൻ പാടില്ല, അല്ലേ. അലാക്കിന്റെ കാറ്റ് വന്നിട്ട് എല്ലാം പൊളിഞ്ഞു പോയി എന്ന് പറയാറുണ്ടല്ലോ. അങ്ങനെ കാറ്റിനെ ശപിക്കാൻ പാടില്ല. ഫഇന്നഹാ മഅ്മൂറത്തുൻ വഇന്നഹു മൻ ലഅന ശൈഅൻ ലൈസ ലഹു ബിഅഹ്ലിൻ റജഅത്തിൽ ലഅനതു അലൈഹി. നിങ്ങൾ അങ്ങനെ കാറ്റിനെ ശപിക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, ആ ശാപം നിങ്ങളിലേക്ക് തിരിച്ചു വരും എന്നാണ്. അപ്പൊ നമ്മൾ കാറ്റിനെ ശപിക്കാൻ പാടില്ല. മാത്രല്ല, ഈ തണുപ്പ് ചൂട് വരുമ്പോ നിസ്കാരത്തിൽ പോലും ഇളവുണ്ടായിരുന്നു. പഴയ കാലത്ത് എസിയും ഫാനും സംവിധാനങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പൊ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ളുഹുർ നിസ്കാരത്തെ ജംആക്കിയിരുന്നു, ളുഹുർ നിസ്കാരത്തെ പിന്തിപ്പിച്ചിരുന്നു എന്നൊക്കെ ഹദീസുകളിൽ കാണാൻ പറ്റുന്നുണ്ട്. ഫഅബ്രിദു ബിൽളുഹുർ ഫിൽ ഹർ ഫഇൻ ഹർറഹാ മിൻ ഫൈഹി ജഹന്നം എന്നാണ്. ഈ ചൂടുണ്ടല്ലോ അത് നരകത്തിലെ തീജ്വാലയാണ് എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. അപ്പോ ളുഹുർ നിങ്ങൾ പിന്തിപ്പിക്കുക. കാരണം എന്താ, കുറച്ച് ആ ചൂടൊക്കെ പോയിട്ട് എല്ലാവരും പള്ളിയിൽ വന്നായി. നിസ്കാരത്തിൽ സ്വസ്ഥത വേണമെന്നാണ്, നിസ്കാരത്തിന് സമാധാനം വേണമെന്നാണ്. അതുകൊണ്ടാണ് ഓടി വരാൻ പാടില്ല എന്ന് പറഞ്ഞത്. പള്ളിയിൽ ജമാഅത്ത് തുടങ്ങി എന്ന് വിചാരിച്ചിട്ട് ഓടി വരിക, അങ്ങനെയുണ്ടല്ലോ ചില ആൾക്കാർക്ക് ശീലം. നിസ്കാരത്തിലേക്ക് അങ്ങനെ ഓടി വരാൻ പാടില്ല. ജുമഅക്ക് ഓടി വരണം എന്ന് പറഞ്ഞു, വേഗം വരണം, കാരണം കിതച്ചാലും പ്രശ്നമൊന്നുമില്ല, ഖുതുബ കേൾക്കാനാണ്. പക്ഷെ നിസ്കരിക്കുമ്പോ അങ്ങനെ ഓടി വരാൻ പാടില്ല. ആ കിതപ്പ് നിസ്കാരത്തെ ബാധിക്കും, വിയർപ്പ് നിസ്കാരത്തെ ബാധിക്കും, ചൂട് നിസ്കാരത്തെ ബാധിക്കും. അതുകൊണ്ട് തന്നെ ചില പള്ളികളൊക്കെ ഉണ്ടാവും, ജമാഅത്ത് കഴിഞ്ഞാൽ ഫാൻ ഉപയോഗിക്കാൻ പാടില്ല എന്നൊക്കെ ഉണ്ടാവും. അത് അങ്ങനെ നിയമമൊന്നുമില്ല. പള്ളിയിലെ ഫാന് പള്ളിയിലെ കമ്മിറ്റിക്കാർക്കുള്ളതല്ല, അത് നിസ്കരിക്കുന്നവരുള്ളതാണ്.
പള്ളിയിൽ ഉപയോഗിക്കേണ്ട വൈദ്യുതികൾ നിസ്കരിക്കുന്നവനുള്ളതാണ്. അപ്പൊ നിസ്കരിക്കുന്നവൻ എന്ത് വേണം? കൃത്യമായി സമാധാനത്തോടെ, അടക്കത്തോടെ, ഒതുക്കത്തോടെ, ആശ്വാസത്തോടെ നിസ്കാരം നിർവഹിക്കാൻ കഴിയണം. ചൂട് കാലത്ത് അതുകൊണ്ട് നിസ്കാരത്തിൽ പിന്തിപ്പിക്കാം എന്ന് പോലും നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു എന്നാണ്. 3 തരം ചൂടിനെയാണ് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചത്. ഒന്ന് ഖബറിലെ ചൂടാണ്. ഖബറിലെ ചൂട് എന്ന് പറഞ്ഞാൽ നമുക്ക് വിശദീകരിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അല്ലെ? ഖബറിലെ ചൂട് എന്ന് പറഞ്ഞാൽ വിശദീകരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഖബറ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച് ഒന്ന് ഖബറെന്ന് കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതായെന്നാണ്. ഖബർ എന്ന് പറയുമ്പോൾ നമ്മൾ ആരെങ്കിലും മരിച്ചെടുത്ത ആണുങ്ങള് ഇതുവരെ മരിച്ചെടുത്ത് മറമാടാൻ പോയിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, ആരെങ്കിലും മരിച്ചു എന്നൊക്കെ കേട്ടൊന്ന് മറമാടാനൊക്കെ പോകണം. ആ ഖബറിന്റെ അവസ്ഥയൊക്കെ ഒന്ന് കാണണം. ഖബറിന്റെ വീതിയും ഖബറിന്റെ നീളവും ഖബറിന്റെ ആ ഒരു അന്ധകാരവും ഒന്ന് കാണണം. ഇതുവരെ പോകാത്ത പുരുഷന്മാർ ആരെങ്കിലും പള്ളിയിലുണ്ടെങ്കിൽ ഖബറൊക്കെ ഒന്ന് പോയി കാണണം. മയ്യത്ത് മറമാടുന്നിടത്തൊക്കെ ഒന്ന് പോകണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അപ്പൊ ഖബർ എന്നുള്ളത് വല്ലാത്തൊരു ഇരുട്ടറയാണ്. ഖബർ എന്നുള്ളത് വല്ലാത്ത ചൂടിന്റെ അറയാണ് എന്ന് ഹദീസുകൾ പഠിപ്പിക്കുന്നുണ്ട്. ആ ഖബറിന്റെ ചൂടിനെ കുറിച്ച് പറയുമ്പോൾ ആ ചൂടിന്റെ രക്ഷ നേടാൻ എന്താണ് മാർഗം? ഒരുപാട് മാർഗങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് ഹദീസുകളിൽ. നമുക്ക് അറിയുന്നൊരു പ്രാർത്ഥനയുണ്ട്, തശൂദിലുള്ള പ്രാർത്ഥനയുണ്ടല്ലേ, അല്ലാഹുമ്മ അഊദു ബിക മിൻ അദാബിൽ ഖബർ എന്നൊരു പ്രാർത്ഥനയുടെ ഭാഗമുണ്ട്. അതേപോലെ റസൂൽ പഠിപ്പിച്ചത് യുഅ്തിർ റജുല ഫീ ഖബ്രിഹി ഫഇദാ അതാ മിൻ ഖബ്രി റഅ്സഹു ദഫഅതഹു തിലാവത്തുൽ ഖുർആൻ എന്നാണ്. ഖുർആൻ പാരായണം ചെയ്യുന്നവർക്ക് ഖബറിലെ ചൂട് രക്ഷപ്പെടാൻ പറ്റുമെന്നാണ്. ഖുർആൻ പാരായണം റമളാൻ കഴിഞ്ഞ് അത് കൂട്ടിവെച്ച ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് ഓർക്കുക, ഒന്ന് ആലോചിക്കുക, എന്റെ ഖബറിൽ ആ ചൂട് കുറയോ ഇല്ലയോ എന്നുള്ളത് ആലോചിക്കേണ്ടതാണ്. ഖുർആൻ സ്ഥിരമായി പാരായണം ചെയ്യുന്നവർക്ക് ഖബറിന്റെ ചൂടുണ്ടാവില്ല. ഖബറിന്റെ ചൂടിൽ നിന്നും അവർക്ക് രക്ഷപ്പെടാനും കഴിയും. അല്ലാഹു ആ രൂപത്തിലുള്ള ഖുർആൻ പാരായണം നമുക്ക് നൽകുമാറാവട്ടെ. അതേപോലെ തന്നെ ഖബറിലെ ചൂടിൽ നിന്ന് രക്ഷപ്പെടാൻ പ്രാർത്ഥന തന്നെയാണ്, നിത്യമായ പ്രാർത്ഥനയാണ്. അതേപോലെ രണ്ടാമതായി നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് നോമ്പുകാരനാണ്. നോമ്പുകാരൻ അവർക്ക് ഖബറിലെ ചൂടുണ്ടാവില്ല എന്നാണ്. നമുക്കറിയുന്ന ഒരുപാട് ഹദീസുകളിൽ ഒരു ഹദീസ്, നോമ്പുകാരൻ ഒരാൾ നോമ്പെടുത്തു. ആ നോമ്പിന്റെ അവസ്ഥയെ കുറിച്ച് 70 വർഷം സഞ്ചരിച്ചാൽ എത്തുന്നത്ര ദൂരം ഒരു നരകത്തെ അല്ലാഹു അകറ്റി നിർത്തുമെന്നാണ്. ആരുടെ നോമ്പ്? വേനൽക്കാലത്ത് ചൂടുള്ള കാലത്ത് നോമ്പെടുത്താൽ അവർക്ക് എന്തുണ്ടാവില്ല? നരകത്തെ 70 വർഷത്തെ ദൂരം അകറ്റപ്പെടും. അല്ലാഹു കൂടുതൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. അതേപോലെ നമുക്കൊരു ഹജ്ജാജ് ബിൻ യൂസുഫിന്റെ സംഭവം വിശദീകരിക്കുന്ന ചരിത്രത്തിൽ, ഹജ്ജാജ് ബിൻ യൂസുഫ് ഗവർണറാണ്, ഭരണാധികാരിയാണ്. അദ്ദേഹം ഒരിക്കൽ ഒരു യാത്ര പുറപ്പെടുകയായിരുന്നു. നല്ല വെയിലായിരുന്നു, നല്ല ചൂടുള്ള കാലഘട്ടമായിരുന്നു, ഹജ്ജിന് സീസണും കൂടിയായിരുന്നു. അങ്ങനെ അദ്ദേഹം യാത്രയിൽ ഒരു മരത്തണൽ കണ്ടപ്പോൾ അദ്ദേഹം തന്റെ അനുചരന്മാരോട് പറഞ്ഞു, നമുക്കെന്ത് ചെയ്യാം, കുറച്ച് വിശ്രമിക്കാം. കാരണം എന്താ, നല്ല ചൂടല്ലേ, ഭക്ഷണം ഇവിടുന്ന് കഴിക്കും, ഈ മരത്തണൽ വെച്ച് ഭക്ഷണം കഴിക്കാം. അങ്ങനെ അദ്ദേഹം ഭക്ഷണം കഴിക്കാൻ വേണ്ടി തന്റെ ആ ഒരുക്കങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കെ ഒരു പാവപ്പെട്ട ഒരു മനുഷ്യൻ, ഗ്രാമീണനായ ഒരു വൃദ്ധനായ ഒരു മനുഷ്യൻ നടന്നു വരികയാണ്. അങ്ങനെ ആ പാവപ്പെട്ടവരോട് ഒന്ന് ഒതുങ്ങിയിരുന്നാൽ നന്നായിരുന്നു, ഒന്നല്ലാതെ അടങ്ങിയിരുന്നാൽ പിന്നീട് വരുന്നവർക്ക് ഇരിക്കാൻ സൗകര്യപ്രദമാകും. അപ്പോ പാവപ്പെട്ടൊരു മനുഷ്യൻ നടന്നു വരികയാണ്. അപ്പോ ഹജ്ജാജ് ബിൻ യൂസുഫ് അയാളെ വിളിച്ചു, ഭക്ഷണം കഴിക്കാൻ വിളിച്ചു. അദ്ദേഹം പറഞ്ഞു, വേണ്ട, എനിക്ക് ഭക്ഷണം വേണ്ട എന്ന് പറഞ്ഞു. അപ്പൊ ചോദിച്ചു, എന്തെങ്കിലും ഈ നല്ല ചൂടുണ്ടല്ലോ, നല്ല ഉഷ്ണമാണല്ലോ, വല്ലാത്തൊരു അവസ്ഥയാണല്ലോ, നിങ്ങൾക്ക് എന്താ ഭക്ഷണം വേണ്ട? നിങ്ങളെ മുഖം കാണുമ്പോൾ തന്നെ ആകെ വാടിയിട്ട് കാണുന്നുണ്ടല്ലോ. അപ്പൊ പറഞ്ഞു, വേണ്ട, എനിക്ക് ഭക്ഷണം വേണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ ഹജ്ജാജ് ബിൻ യൂസുഫ് വീണ്ടും നിർബന്ധിച്ചും പറഞ്ഞു, ഇല്ല, എനിക്ക് നിങ്ങളെക്കാൾ വലിയ മഹാൻ എന്നെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വിളിച്ചിട്ടുണ്ട്, നിങ്ങളെക്കാൾ വലിയ മഹാരക്ഷണം സ്വീകരിച്ചുകൊണ്ടുള്ള യാത്രയിലാണ് ഞാൻ. അപ്പൊ ഹജ്ജാജ് ബിൻ യൂസുഫ് തുറിച്ചു നോക്കിയെന്നാണ്, എന്നെക്കാൾ വലിയ മഹാനോ? ഞാൻ ഗവർണറാണ്, ഞാൻ ഇവിടുത്തെ ഭരണാധികാരിയാണ്, എന്നേക്കാൾ വലിയ ഗവർണർ, എന്നേക്കാൾ വലിയ മഹാൻ ഇനി ആരാളുള്ളത്? അപ്പൊ അദ്ദേഹം തിരിച്ചു പറഞ്ഞു, അത് അള്ളാഹ് നിങ്ങളെക്കാൾ മഹാനാണ്. ആ റബ്ബ് എന്നെ അവിടെ ഭക്ഷണം തരാൻ വേണ്ടി അവൻ കാത്തിരിക്കുകയാണ്. ആ റബ്ബ് എന്നോട് നോമ്പെടുക്കാനും പറഞ്ഞു. അപ്പൊ ഹജ്ജാജ് ബിൻ യൂസുഫ് തിരിച്ചു ചോദിക്കുകയാണ്, ഇത് ഹജ്ജിന്റെ കാലാണല്ലോ, നല്ല വെയിലാണല്ലോ, നല്ല ചൂടാണല്ലോ, നിങ്ങൾക്ക് ഇന്ന് നോമ്പ് വയ്ക്കൂടെ? നോമ്പ് പിന്നെ എടുക്കാലോ എന്ന് പറഞ്ഞു. അപ്പൊ ഹജ്ജാജ് ബിൻ യൂസുഫിന്റെ ഗ്രാമീണൻ തിരിച്ചു ചോദിച്ച ഒരു ചോദ്യമുണ്ട്, ഞാൻ നിങ്ങളും ചോദിക്കേണ്ട ചോദ്യമാണ്. ഞാൻ നാളെ ജീവിച്ചിരിക്കും എന്ന് നിങ്ങൾക്ക് ഉറപ്പ് തരാൻ പറ്റുമോ? ഞാൻ നാളെ ജീവിച്ചിരിക്കും എന്ന് നിങ്ങൾക്ക് ഉറപ്പ് തരാൻ പറ്റുമോ? അപ്പോ ഹജ്ജാജ് ബിൻ യൂസുഫ് ആ മനുഷ്യൻ മുഖത്തേക്ക് നോക്കി എന്നിട്ട് പറഞ്ഞു, അങ്ങനെ ഉറപ്പ് തരികയാണെങ്കിൽ ഞാനിപ്പോ നോമ്പ് മുറിക്കാം എന്ന് പറയുന്ന രംഗമുണ്ട്. ഇതൊക്കെ അവരൊക്കെ പ്രതീക്ഷിച്ച് ചൂടുള്ള കാലഘട്ടങ്ങളിൽ, ചൂടുള്ള നേരത്ത്, നല്ല ചൂടുള്ള നേരത്ത് നോമ്പെടുത്താൽ അള്ളാഹുവിന്റെ അടുക്കലുള്ള ആ പ്രതിഫലമാണ് ഈ ചരിത്രമൊക്കെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. മൂന്നാമതായി നമുക്ക് മനസ്സിലാക്കേണ്ടത്, ചൂട് എന്ന് പറയുമ്പോൾ മൂന്നാമതായി നമുക്കുള്ള പരലോകത്തിന്റെ ചൂടാണ്. ആ ചൂടിൽ രക്ഷപ്പെടാൻ സദഖയെ കുറിച്ച് പറയുന്നുണ്ട്. ഖബറിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ,
ഖബറിലെ ചൂട് രക്ഷപ്പെടാൻ നിങ്ങൾ സദഖ കൊടുക്കുക എന്നാണ്. സദഖ കൊടുക്കുന്ന കാരണത്താൽ മുഅ്മിന് തണൽ നൽകപ്പെടും യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ എന്നാണ്. ഖിയാമത്ത് നാളിൽ വിയർപ്പിൽ മുങ്ങിക്കുളിക്കുന്ന നേരത്ത് തണൽ കിട്ടാൻ സദഖ കൊടുക്കുക എന്നാണ്. സദഖയും റമദാനിൽ മാത്രം ചെയ്യുന്ന സംഗതിയല്ല എന്നർത്ഥം. ഈ വേനൽക്കാലത്ത് നാം അനുഷ്ഠിക്കേണ്ട 3 കാര്യങ്ങൾ. ഒന്ന് ഖുർആൻ പാരായണമാണ്, ചൂടിൽ രക്ഷപ്പെടാൻ. ഏത് ചൂടിൽ? ഈ ദുന്യാവിലെ ചൂടിലല്ല, റബ്ബിന്റെ കോടതിയിൽ ചൂടിൽ വിയർപ്പിൽ മുങ്ങിക്കുളിക്കുന്ന നേരത്ത് കണങ്കാല് വരെ, മുട്ട് വരെ, അരക്കെട്ട് വരെ, കഴുത്ത് വരെ തെറ്റിനനുസരിച്ച് വിയർപ്പിൽ മുങ്ങിക്കുളിക്കുന്ന നേരത്ത് ആ ചൂടിൽ നമുക്ക് രക്ഷപ്പെടണം ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഈ പള്ളിയിലേക്ക് രക്ഷപ്പെടാൻ സഹോദരന്മാരെ ഖുർആൻ പാരായണം തുടങ്ങുക, ഖുർആൻ പാരായണം ആവർത്തിക്കുക, ഖുർആൻ പാരായണം നമ്മുടെ വീട്ടിൽ നമ്മുടെ മക്കളെ കൊണ്ട് ചെയ്യിപ്പിക്കുക, സദഖ നൽകുക, നോമ്പെടുക്കുക. പരമാവധി പറ്റാവുമ്പോഴൊക്കെ നാം നോമ്പെടുക്കുക, അതേപോലെ സദഖ ചെയ്യുക എന്ന് പഠിപ്പിക്കുകയാണ്. അതേപോലെ തന്നെ മഹ്ശറിൽ നാം പരലോകത്ത് കഷ്ടപ്പെടും അല്ലെ, അവിടെയുള്ള വിശദീകരിക്കേണ്ടതാണ്. അതേപോലെ നരകത്തിൽ ചൂണ്ട്, നരകത്തിനെ കുറിച്ച് പറഞ്ഞപ്പോ വിശുദ്ധ ഖുർആൻ സൂറത്തുൽ വാഖിഅയിൽ നാം കേട്ട ആയത്താണ്. സൂറത്തുൽ വാഖിഅയിൽ വിശുദ്ധ ഖുർആൻ പഠിച്ചു ഫീ സമൂമിൻ വഹമീം വദില്ലിൻ മിൻ യഹ്മൂം ലാ ബാരിദിൻ വലാ കരീം ഇന്നഹും കാനൂ ഖബല ദാലിക മുതറഫീൻ. അവിടെ നരകത്തിലും ഒരു പറ്റം ആൾക്കാർക്കുന്നുണ്ട്, ചൂടുണ്ട്. നരകത്തിൽ തണലുണ്ട്, നരകത്തിൽ ചൂടുണ്ട്, നരകത്തിൽ വെള്ളമുണ്ട്, നരകത്തിൽ ഭക്ഷണമുണ്ട്. പക്ഷെ എന്താണ്? അതൊക്കെ നരകത്തിന്റെ തണലാണ്. തീജ്വാലകളാണ് ആ തണൽ, തീജ്വാലകളാണ് വെള്ളം, തീജ്വാലകളാണ് ഭക്ഷണം. തണൽ, ഏതെങ്കിലും ഒരു തണൽ നാം അനുഭവിക്കേണ്ടി വരും. ഒന്നുകിൽ സ്വർഗത്തിലെ തണൽ, അല്ലെങ്കിൽ നരകത്തിലെ തണൽ. വജന്നാതിൻ അൽഫാഫ, ജന്നാത്ത് തോട്ടങ്ങൾ, തൂർന്നു നിൽക്കുന്ന തോട്ടങ്ങൾ എവിടെയാ? സ്വർഗത്തിലാണ്. നമ്മെ കാത്തു നിൽക്കുകയാണ്. അത് ഭാവനയിൽ കാണാൻ പറ്റൂല, നമ്മുടെ സ്വപ്നത്തിൽ കാണാൻ പറ്റൂല, നമ്മുടെ ഭാവനയിൽ കാണാൻ പറ്റൂല. എങ്ങനെയാണ് അവിടുത്തെ പഴങ്ങൾ, എങ്ങനെയാണ് അവിടുത്തെ പഴവർഗ്ഗങ്ങൾ, എങ്ങനെയാണ് സൗകര്യങ്ങൾ? ചില ആളുകൾ വ്യാഖ്യാനിക്കുന്നു. വ്യാഖ്യാനത്തിനപ്പുറത്താണ്. നമ്മൾ കാണാത്ത സാധനം, കാണാത്ത സ്ഥലം നമുക്ക് വ്യാഖ്യാനിക്കാൻ പറ്റുമോ? നമ്മൾ കണ്ടെത്താത്ത ഒരുപാട് മൃഗങ്ങളില്ലേ, നമ്മൾ കാണാത്ത ഒരുപാട് ജീവികളില്ലേ, ഒരുപാട് അണുക്കളില്ലേ, ഒരുപാട് പ്രാണികളില്ലേ? നമുക്ക് അതിനൊക്കെ രൂപം അറിയോ? ഇല്ല. നമുക്ക് അതിനൊക്കെ സ്വപ്നത്തിൽ കാണാൻ പറ്റുമോ? ഇല്ല. അതിനൊക്കെ കണ്ണെങ്ങനെ നമുക്കറിയോ? ഇല്ല. ഒരുപാട് കണ്ണുകൾ നാം കണ്ടിട്ടുണ്ട്. നാം കാണാത്ത ജീവികളുടെ കണ്ണെങ്ങനെ നമുക്കറിയോ? ഇല്ല. നമ്മളത് ഭാവനയിൽ കണ്ടിട്ടുണ്ടോ? ഇല്ല. എങ്കിൽ റബ്ബിന്റെ സൃഷ്ടികളാണ്, റബ്ബിന്റെ അനുഗ്രഹങ്ങൾ, സ്വർഗം. ആ സ്വർഗത്തിലുള്ള ഒരുപാട് അനുഗ്രഹങ്ങൾ അത് വ്യാഖ്യാനിക്കേണ്ട ആവശ്യമില്ല. എങ്ങനെയാണ് അവിടുത്തെ പഴം, എങ്ങനെയാണ് അവിടുത്തെ വെള്ളം, എങ്ങനെയാണ് അവിടെയുള്ള സുഖങ്ങൾ, എങ്ങനെയാണ് അവിടെ സൗകര്യങ്ങൾ നാം വ്യാഖ്യാനിക്കേണ്ട ആവശ്യമില്ല. അത് അള്ളാഹു വിശദീകരിച്ചു. അത് മരിച്ചു കഴിഞ്ഞാൽ അതിന്റെ അവകാശികൾക്ക് കൊടുക്കും. അള്ളാഹു അവകാശികൾ നമ്മൾ ഉൾപ്പെടുത്തുമാറാവട്ടെ. സഹോദരിമാരെ, നമുക്ക് ദൗത്യം പ്രാർത്ഥനയാണ്. നമ്മുടെ ദൗത്യം പ്രാർത്ഥനയാണ്. ഉമർ ഒരിക്കൽ നടന്നു പോകുമ്പോ കുറെ ആളുകൾ നല്ല വെയിലത്ത് കുറച്ച് തണലിൽ മാറിയിരുന്നു. ഉമർ കരഞ്ഞു എന്നാണ്. എന്താ കരഞ്ഞെന്ന് ചോദിച്ചാൽ പറഞ്ഞു, ഇവിടെ തണല് മാറിയിക്കാലോ, നമുക്ക് മരത്തണൽ കിട്ടും, വിശ്രമിക്കാൻ നമുക്ക് മാറി നിൽക്കാൻ സ്ഥലങ്ങൾ ഉണ്ടാകും, വീടുകളിൽ കയറി നിൽക്കാം. പക്ഷേ അല്ലാഹുവിന്റെ പരലോകത്ത് ആ വിയർപ്പിൽ മുങ്ങിക്കുളിക്കുന്ന നേരത്ത് നമുക്ക് മാറി നിൽക്കാൻ എന്താ ലഭിക്കുക? അവിടെ വെയിൽ അനുഭവിപ്പിക്കുന്നവർക്ക് മാറി നിൽക്കാൻ എന്താ ലഭിക്കുക? അള്ളാഹു അവിടെ സൂര്യൻ ഒരു ചാണുയരത്തിൽ നിർത്തുമ്പോ രക്ഷപ്പെടാൻ നമുക്ക് എന്താണ് ലഭിക്കുക എന്ന ചോദ്യം ഉമർ തന്റെ അനുചരന്മാരോട് ചോദിക്കുന്നുണ്ട്. സഹോദരിമാരെ, എന്താണ് നമുക്ക് അവിടെയുള്ള ചൂടിൽ രക്ഷപ്പെടാൻ നാം സ്വീകരിച്ചത്? അവിടെയുള്ള ചൂട് രക്ഷപ്പെടാൻ നാം എന്താണ് സമ്പാദിച്ചത്? അവിടെയുള്ള ചൂട് രക്ഷപ്പെടാൻ നമുക്ക് എന്താണ് അധികമായി പ്രവർത്തിച്ചത് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതാണ്. നമ്മുടെ ഖുർആൻ പാരായണം, നമ്മുടെ സദഖ, നമ്മുടെ നോമ്പ് ആ രൂപത്തിലുള്ളതായി മാറിയിട്ടുണ്ടോ? ഈ ചൂട് തന്നെ സഹിക്കാൻ പറ്റുന്നില്ല. ഈ ചൂട് തന്നെ അസഹനീയമാണ്. ഈ ചൂട് തന്നെ സഹിക്കാൻ പറ്റുന്ന അപ്പുറമാണ്. ഇതിൽ തന്നെ ഒരുപാട് പ്രയാസമാണ്. എങ്കിൽ അല്ലാഹുവിന്റെ കോടതിയിൽ, അവന്റെ മഹ്ശറിൽ നാം രക്ഷപ്പെടുമോ? ഖബറിൽ നാം രക്ഷപ്പെടുമോ? നരകത്തിന്റെ ചൂടിൽ നിന്നും നാം രക്ഷപ്പെടുമോ? റസൂലുള്ളാഹി ചോദിച്ചു, നിങ്ങൾക്ക് തണൽ വേണോ? സ്വർഗത്തിലെ തണൽ വേണോ? വേണം. റസൂലുള്ളാഹിയുടെ മറുപടി, നിങ്ങൾ വദില്ലിൻ മംദൂദ്, സൂറത്തുൽ വാഖിഅയിലായതാണ്. വദില്ലിൻ മംദൂദ്, നിങ്ങൾ ഒരുപാട് തവണ പാരായണം ചെയ്യുക. ആ ഒരായത്ത് വദില്ലിൻ മംദൂദ്, ഈ ഒരായത്ത് ഒരുപാട് തവണ നിങ്ങൾ ഓതുക, ഒരുപാട് തവണ നിങ്ങൾ പാരായണം ചെയ്യുക. നിങ്ങൾക്ക് ആ തണൽ ലഭിക്കും. എന്താ സ്വർഗത്തിലെ തണലിന്റെ പ്രത്യേകത? എന്താണ് ആ തണലിന്റെ പ്രത്യേകത? എന്താ ആ തണൽ? ലശജറത്തിൻ, അതൊരു മരത്തിൻ്റെതാണ്. ആ മരത്തിന്റെ പ്രത്യേകത
100 വർഷം സഞ്ചരിച്ചാലും ആ മരത്തിന് തണൽ മുറിച്ചടക്കാൻ സാധിക്കുകയില്ല. അത്രമാത്രം വിശാലമായ തണൽ നിങ്ങൾക്ക് വേണോ? സഹാബികൾ ആവേശത്തോടെ പറഞ്ഞു, നബിയെ ഞങ്ങൾക്കും വേണം, ഞങ്ങൾക്കും വേണം. എങ്കിൽ നിങ്ങൾ ഓദിക്കുക ഫഖറഊ ഇൻ ശിഅ്തും. ആ തണൽ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? നിങ്ങൾ ഓതുക വദില്ലിം മംദൂദ്, വദില്ലിം മംദൂദ്. അല്ലാഹു തണൽ നമുക്ക് നൽകുമാറാവട്ടെ. സഹോദരന്മാരെ, സഹോദരിമാരെ, മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. മഴ വരാൻ പ്രാർത്ഥിക്കണം. മഴ വരുമ്പോ മഴ വരാതിരിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടാകും, പ്രയാസപ്പെടുന്നവരുണ്ടാകും. അവരെ രക്ഷപ്പെടുത്താനും പ്രാർത്ഥിക്കണം. അല്ലാഹുമ്മ അഗിസ്നാ, അല്ലാഹുമ്മ അഗിസ്നാ, അല്ലാഹുമ്മ അഗിസ്നാ, അല്ലാഹുമ്മ സ്വയ്യിബൻ നാഫിആ, അല്ലാഹുമ്മ സ്വയ്യിബൻ നാഫിആ, അല്ലാഹുമ്മ സ്വയ്യിബൻ നാഫിആ. അല്ലാഹുവേ, എനിക്ക് നല്ല മഴ തരണേ, ഞങ്ങൾക്ക് മഴ തരണേ. ഞങ്ങളുടെ കൃഷിയിടങ്ങൾക്ക്, നിങ്ങളുടെ പക്ഷികൾക്ക്, മൃഗങ്ങൾക്ക്, പറവകൾക്ക്, നമ്മുടെ നാട്ടിലെ ജീവികൾക്ക്, മനുഷ്യർക്ക് ജീവിക്കുവാൻ ആവശ്യമായ മഴ നൽകണേ എന്ന് പ്രാർത്ഥിക്കുവാൻ തയ്യാറാവുക. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. إن الحمد لله وصلى الله على خاتم الأنبياء والمرسلين وعلى آله وصحبه أجمعين وعلى من اتبع الهدى إلى يوم الدين. أما بعد يا أيها الإخوان والأخوات اتقوا الله عباد الله ونوصيكم ثانيا بتقوى الله. ഏറെ പ്രിയം നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരിമാരെ, അള്ളാഹുവിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ച് ഖബറിലേക്ക് മടങ്ങേണ്ടവരാണ് നമ്മളെല്ലാവരും എന്ന ബോധത്തോടു കൂടി അമലുകളെ ഒന്നുകൂടി ചിട്ടപ്പെടുത്തുവാൻ, ക്രമീകരിക്കുവാൻ ശ്രദ്ധിക്കണമെന്ന് ഒന്നുകൂടി ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുകയാണ്. അല്ലാഹു നമുക്ക് എല്ലാവർക്കും പരിപൂർണമായ ഈമാനും പരിപൂർണമായ ആഫിയത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. സഹോദരന്മാരെ, സഹോദരിമാരെ, റസൂൽ ചോദിക്കുകയാണ്, അയ്യു സ്വദഖത്തി അഫ്ളൽ, ഏറ്റവും നല്ല സ്വദഖ ഏതാണ്? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് സഖയുൽ മാ എന്നാണ്, വെള്ളം കുടിപ്പിക്കലാണ്. അത് വലിയൊരു സ്വദഖയായിട്ട് തന്നെയാണ് പഠിപ്പിച്ചിട്ടുള്ളത് എന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വെള്ളം കൊടുക്കുന്ന വിഷയം നമുക്കറിയാം. യർമൂക്ക് യുദ്ധത്തിലൊരു സംഭവം പലപ്പോഴും നമ്മൾ കേട്ട് മറക്കാത്ത ചരിത്രമാണ്, അല്ലേ? യർമൂക്ക് യുദ്ധത്തിൽ സഹാബികൾ ഷഹീദായി ഇങ്ങനെ കിടക്കാൻ, അവരുടെ ജീവൻ പോയിട്ടില്ല. അങ്ങനെ ആ നേരത്തെ യർമൂക്ക് യുദ്ധത്തിൽ ഓരോ സഹാബികളും ഇങ്ങനെ അവസാന ശ്വാസം വലിച്ചു കിടക്കുമ്പോൾ ഓരോരുത്തരും ഇങ്ങനെ വെള്ളത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നു. അപ്പോഴാണ് യർമൂക്ക് യുദ്ധത്തിൽ ഇക്രിമത്തുൽ അബീ ജഹൽ ഷഹീദായത് യർമൂക്ക് യുദ്ധത്തിലാണ്. അപ്പോൾ ആ യുദ്ധക്കളത്തിൽ സഹാബികൾ ഇങ്ങനെ വെള്ളം കൊണ്ടു കൊടുക്കുകയാണ്. അപ്പോൾ ആ നേരത്ത് ഒരു സഹാബി പറഞ്ഞു, എനിക്ക് വെള്ളം വേണമെന്ന്. ഒരു ശബ്ദം കേട്ടു എന്നാണ്. അങ്ങനെ ഹാരിസ് ബിൻ ഹിഷാം റളിയല്ലാഹു അൻഹു വെള്ളത്തിന് ആവശ്യപ്പെട്ടു. അദ്ദേഹത്തിന് വെള്ളം കൊണ്ടു കൊടുക്കാൻ. അപ്പോൾ തൊട്ടടുത്തുനിന്ന് കേൾക്കുന്നത് ഇക്രിമത്ത് ബിൻ അബീ ജഹൽ, ഇക്രിമ റളിയല്ലാഹു അൻഹു വെള്ളത്തിന് ചോദിക്കുകയാണ്. അപ്പോൾ ഹാരിസ് റളിയല്ലാഹു അൻഹു പറയാണ്, അപ്പുറത്തുനിന്ന് ഒരാൾ ചോദിക്കണ്ടല്ലോ, എനിക്ക് വേണ്ട, അയാൾ കൊടുത്തേക്കെന്ന് പറയാണ്. അപ്പോൾ ഇക്രിമ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് വെള്ളവുമായി പോവുകയാണ്, അല്ലേ? അപ്പോൾ ഇക്രിമ റളിയല്ലാഹു അൻഹു പറയാണ്, എനിക്ക് വെള്ളം വേണ്ട, അടുത്ത കൊടുത്തേക്ക് എന്ന് പറയാം. അങ്ങനെ കറങ്ങി അവസാനം ഓരോരുത്തരും പറയുന്നു, അത് അപ്പുറത്തുനിന്ന് ശബ്ദം കേൾക്കുന്നില്ല, ആ കുറച്ച് വെള്ളമുള്ളൂ, അയാൾക്ക് കൊടുത്തേക്ക്, അയാൾക്ക് കൊടുത്തേക്ക് എന്ന് പറയുന്നവർ. അങ്ങനെ പലപ്പോഴും ചരിത്രങ്ങളിൽ നമ്മെ ആവേശം കൊള്ളിച്ചൊരു ഭാഗമാണ്, അല്ലേ? സത്യത്തിൽ ഇവിടെ വെള്ളത്തിൻ്റെ ഒരു പ്രത്യേകത കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അങ്ങനെ അവസാനം തിരിച്ചു വരികയാണ്, അവസാനത്തെ ആളെത്തി. അപ്പം അങ്ങനെയാണല്ലോ, തിരിച്ച് പിന്നെയും ആദ്യത്തെ ആളിലേക്ക് എത്തുമ്പോഴേക്കും ഹാരിസ് റളിയല്ലാഹു ഷഹീദായി. പിന്നെ നോക്കുമ്പോഴേക്കും ഇങ്ങനെ ഇക്രിമ റളിയല്ലാഹു ഷഹീദായി. ആ ഒരു രംഗം നമ്മൾ ആലോചിച്ച് നോക്കിയിട്ട് എന്താ വിഷയം? എന്താണ്? ഒന്ന് വെള്ളം കുടിച്ച് മരിക്കണം എന്നുള്ള ആഗ്രഹമാണ്, അല്ലേ? പക്ഷേ ആ ആഗ്രഹത്തോടൊപ്പം തന്നെ അപരൻ വെള്ളം കിട്ടാതെ പ്രയാസപ്പെടുന്നു എന്ന് കാണുമ്പോൾ എന്നേക്കാൾ വെള്ളത്തിൻ്റെ ആവശ്യക്കാരൻ എൻ്റെ കൂട്ടുകാരനാണ്. അങ്ങനെ കൂട്ടുകാർക്ക് വെള്ളം കൊടുക്കുവാനുള്ള താല്പര്യമാണ്. അത് വല്ലാത്തൊരു വികാരമാണ്. അപ്പോൾ ഇവിടെ വെള്ളം എല്ലാവർക്കും എത്തുന്നുണ്ട്, എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. വെള്ളം കിട്ടാതെ ആരും ബുദ്ധിമുട്ടുന്നില്ല എന്ന ഒരു ബോധമുണ്ടാകേണ്ടത് നമുക്ക് ഓരോരുത്തർക്കുമാണ്. എൻ്റെ വീട്ടിലൊരു കുട്ടി കരയുമ്പോൾ ആ കുട്ടി തൻ്റെ ഉമ്മയുടെ മുലപ്പാലിനാണ് കരയുന്നത് തിരിച്ചറിവ് ഉമ്മാക്കുണ്ടാവുന്ന ആ കുട്ടിക്ക് ആവശ്യമായ പാല് കൊടുക്കുന്നു, അല്ലേ? കുറച്ച് മുതിർന്ന കുട്ടിയാണെങ്കിൽ ആ കുട്ടി കരയുന്നത് വെള്ളത്തിലാണ് ബോധം എല്ലാവർക്കും ഉണ്ടാവുന്ന കുട്ടിക്ക് വെള്ളം കൊടുക്കുന്നു. എങ്കിൽ ഇങ്ങനെ വെള്ളം കിട്ടാതെ നമ്മുടെ അയൽപ്പക്കത്ത്, നമ്മുടെ നാട്ടിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ ബന്ധുവിൽ, നമ്മുടെ പരിചിതരിൽ അങ്ങനെ 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 നോക്കിയിട്ട് ആരെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ് ഈ നേരത്ത്.
അങ്ങനെ ആർക്കെങ്കിലും വെള്ളം കിട്ടാതെ പ്രയാസപ്പെടുന്നവർ ഉണ്ടെങ്കിൽ അവർക്ക് വെള്ളം കൊടുക്കേണ്ടതും നമ്മുടെ ബാധ്യതയാണ് എന്നർത്ഥം. അപ്പൊ എനിക്ക് സുഭിക്ഷമായ ഭക്ഷണം വെള്ളമുണ്ട്, അതൊക്കെ കൊടുക്കാൻ പറ്റൂല, അവരെന്തോ ചെയ്തോട്ടെ എന്ന നിലപാട് ഒരു വിശ്വാസിക്ക് ഉണ്ടാകാൻ പാടില്ല. പിന്നെ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ പ്രാർത്ഥനാ നിർഭരമായ ജീവിതം അത് തന്നെയാണ് മഴ ലഭിക്കുവാനും ചൂട് കുറയുവാനുമുള്ള മാർഗം. ഈ ചൂട് നമ്മെ ഓർമ്മിപ്പിക്കേണ്ടത് പരലോകമാണ്, ഈ ചൂട് നമ്മെ ഓർമ്മിപ്പിക്കേണ്ടത് ഖബറാണ്, ഈ ചൂട് നമ്മെ ഓർമ്മിപ്പിക്കേണ്ടത് നരകമാണ്, ഈ ചൂട് നമ്മെ ഓർമ്മിപ്പിക്കേണ്ടത് വിചാരണയാണ്. ഈ ചെറിയ ഈ അവസ്ഥയിൽ ഒന്ന് കരണ്ട് പോയാൽ നമ്മൾ വിയർക്കാൻ തുടങ്ങുന്നു, സഹിക്കാൻ പറ്റില്ല അല്ലെ? എന്ത് സംവിധാനങ്ങളെയും നിയന്ത്രിക്കാൻ കഴിവുള്ള അത്രമാത്രം ടെക്നോളജികൾ വളർന്ന ഈ കാലഘട്ടത്തിലും ചൂടിനെ എങ്ങനെ പ്രതിരോധിക്കാം എന്ന് മനുഷ്യന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. എങ്കിൽ ഒരു ടെക്നോളജിയും ഉപകാരപ്പെടാത്ത അള്ളാഹുവിന്റെ പരലോകത്ത് ആ ചൂടിൽ രക്ഷപ്പെടാൻ അള്ളാഹ് പഠിപ്പിച്ച ഏറ്റവും വലിയ മാർഗമാണ് ഖുർആൻ പാരായണം. ആ ചൂട് രക്ഷപ്പെടാൻ റബ്ബ് പഠിപ്പിച്ച ഏറ്റവും വലിയ മാർഗമാണ് സദഖ. ആ ചൂട് രക്ഷപ്പെടാൻ റബ്ബ് പഠിപ്പിച്ച ഏറ്റവും വലിയ മാർഗമാണ് നോമ്പ്. ഈ മൂന്ന് കാര്യം നമ്മളുണ്ടായാൽ ഖബറിലെ ചൂട് രക്ഷപ്പെടാം, പരലോകത്തെ ചൂട് രക്ഷപ്പെടാം, നരക ചൂടിൽ അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്തും. ഈ മൂന്ന് യോഗ്യത ഉള്ളവരെ അല്ലാഹു ഉൾപ്പെടുത്തുമാറാവട്ടെ. സഹോദരന്മാരെ, സഹോദരിമാരെ, അല്ലാഹുമ്മ അഗീഥിനാ എന്ന് പ്രാർത്ഥിക്കുക. അല്ലാഹുവേ മഴ പെയ്യിക്കണേ, എപ്പോഴും പ്രാർത്ഥിക്കുക. ഇസ്തിഗ്ഫാറുള്ള സമൂഹത്തിലെ മഴ പെയ്യുള്ളൂന്നാണ് അല്ലേ? ഖുൽ മാ യഅബു ബികും റബ്ബി ലൗലാ ദുആഉകും എന്ന സൂറത്തുൽ ഫുർഖാനിലെ ഏറ്റവും അവസാനത്തെ ആയത്ത് ഒന്ന് വായിച്ചു നോക്കണം. അതിന്റെ വിശദീകരണത്തിൽ വന്നത് നാൽക്കാലികളും വൃദ്ധന്മാരും കുട്ടികളും ഉള്ളത് കൊണ്ടാണ്. ചരൽക്കല്ലുകൾ, തീജ്വാലകൾ ഉൾക്കൊള്ളുന്ന ചരൽക്കല്ല്, നമുക്കറിയാം അബ്രഹത്തിന്റെ ആ ടീമിനെ നശിപ്പിച്ചത് എങ്ങനെയാ? അല്ലാഹ് ചരൽക്കല്ല് എറിഞ്ഞിട്ടാണല്ലോ. ആ രൂപത്തിലുള്ള ചരൽക്കല്ലുകൾ എറിഞ്ഞ് നമ്മെ നശിപ്പിക്കാതിരിക്കുവാനുള്ള കാരണം എന്തുകൊണ്ടാണ്? കുറെ സ്വബിഹി, കുറെ ബേബികൾ, കുട്ടികൾ ഉള്ളത് കൊണ്ടാണ്. പിന്നെ കുറെ വൃദ്ധന്മാരുള്ളത് കൊണ്ടാണ്. പിന്നെ നാൽക്കാലികളുള്ളത് കൊണ്ടാണ്. ഈ നാൽക്കാലികളാണ് ഞാനും നിങ്ങളും ഇത്ര സ്വസ്ഥമായി ഈ ഭൂമിയിൽ ജീവിക്കുവാനുള്ള കാരണമർത്ഥം. അല്ലെങ്കിൽ അല്ലാഹുവിന്റെ ശിക്ഷ എന്നാണ് ആയത്തിന്റെ വിശദീകരണമായി ഒരു കവിതാശകലം നമുക്ക് കാണാൻ പറ്റുന്നത്. അല്ലെങ്കിൽ അല്ലാഹ് എന്നോ ചരൽക്കല്ലുകൾ നമുക്ക് മേൽ വർഷിക്കുമായിരുന്നു എന്നാണ് അല്ലാഹു നമുക്ക് അപേക്ഷിക്കുമാറാവട്ടെ. സഹോദരിമാരെ, അപ്പൊ അതുകൊണ്ട് തന്നെ നാം പരമാവധി ഈ രൂപത്തിൽ പരമാവധി കിട്ടാവുന്ന സമയങ്ങളിൽ ഒക്കെ ഖുർആൻ പാരായണം. അതിന് പലപ്പോഴും നാം സൂചിപ്പിക്കാറുള്ളത് പോലെ ഖുർആൻ പാരായണം ഖുർആൻ തൊട്ടുനോക്കേണ്ട ആവശ്യമില്ല. തുറക്കാതെ തന്നെ ഓതാൻ പറ്റുന്ന ഭാഗങ്ങൾ ഉണ്ടാകും, ഹിഫ്ളുള്ള ഭാഗങ്ങൾ ഉണ്ടാവും. അത് യാത്രയിൽ ഓതാം, ഇരുത്തത്തിൽ ഓതാം, വെറുതെ ഇരിക്കുമ്പോൾ ഓതാം അല്ലെ? സൂറത്തുൽ ഇഖ്ലാസ്, ഖുൽ ഹുവല്ലാഹു അഹദ് ഓതാൻ ഖുർആൻ തുറക്കണമെന്നില്ല. ഏതെങ്കിലും ഒരു ഭാഗം എപ്പോഴും ഓതുക. ഖുർആൻ ഓതാത്ത ഒരു ദിവസവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. ഏതെങ്കിലും ഒരു ഭാഗം ഓതണം. ബഖറയുടെ ഒരു ഭാഗം, ആൽ ഇംറാന്റെ ഒരു ഭാഗം, യൂനുസിന്റെ ഒരു ഭാഗം, അല്ലെങ്കിൽ സൂറത്തുൽ ഇഖ്ലാസ്, ആയത്തുൽ കുർസി, അമൽ റസൂൽ, ഇങ്ങനെ ഏതെങ്കിലും ഒരു ഭാഗം വല്ലപ്പോഴൊക്കെ നാം ഓതിക്കൊണ്ടിരിക്കുക. ഈ ഖുർആൻ പാരായണം മിൻ ഫയ്ഹി ജഹന്നം, ആ നരകത്തിന്റെ തീജ്വാലയിൽ നിന്നും നമ്മെ അല്ലാഹു രക്ഷപ്പെടുത്തും. അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്തട്ടെ. സ്വതക്ക അധികരിപ്പിക്കുക, നോമ്പ് അധികരിപ്പിക്കുക, സംസ്കാരങ്ങൾ അധികരിപ്പിക്കുക, ചൂടിൽ നിന്നും പ്രതിരോധിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക, നമ്മുടെ കുട്ടികളെ പുറത്തിറക്കാതിരിക്കുക, ആ പറഞ്ഞ സമയങ്ങളിൽ പുറത്തിറക്കാതിരിക്കുക. എനിക്കതൊന്നും ബാധിക്കൂല എന്ന് പറഞ്ഞ് വീമ്പളക്കേണ്ട ആവശ്യമൊന്നുമില്ല. പടച്ചോൻ നിർദ്ദേശങ്ങൾ പാലിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അതേപോലെ ഇവിടെ ആരോഗ്യ വിദഗ്ധന്മാർ പറഞ്ഞ കാര്യം, നമ്മുടെ ആരോഗ്യത്തെ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. അതുകൊണ്ട് എങ്ങനെയൊക്കെയാണ് നാം ശ്രദ്ധിക്കണം എന്ന് അതിന് ഉത്തരവാദപ്പെട്ടവർ പറഞ്ഞത്, നമ്മുടെ ആരോഗ്യത്തിൽ നമ്മുടെ ആരോഗ്യത്തെ ശ്രദ്ധിക്കുക, വെള്ളം നന്നായി കുടിക്കാൻ ശ്രദ്ധിക്കുക, നല്ല വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കുക, ആരോഗ്യത്തിന്റെ ഹാനികരമായി ബാധിക്കാത്ത വെള്ളം തന്നെ കുടിക്കാൻ ശ്രദ്ധിക്കുക. അങ്ങനെ പരമാവധി വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക. ശരീരത്തിന് എത്ര ലിറ്ററാണ് വെള്ളം ആവശ്യമാണെന്ന് പറയുന്നത് ആ രൂപത്തിൽ വെള്ളം കുടിക്കുക. പറയപ്പെട്ട രൂപത്തിൽ തന്നെ നമ്മൾ ഇരിക്കുമ്പോൾ ശ്രദ്ധിക്കുക, കിടക്കുമ്പോൾ ശ്രദ്ധിക്കുക,
യാത്ര ശ്രദ്ധിക്കുക. പരമാവധി ആ നട്ടു ഉച്ച വെയിലത്ത് യാത്ര പുറത്തേക്ക് പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. നമ്മുടെ കുട്ടികളെ പുറത്തിറക്കാൻ ശ്രദ്ധിക്കുക. എന്തിനേറെ ചില ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസം പോലും പരീക്ഷകൾ പോലും കുറച്ച് ദിവസത്തേക്ക് മാറ്റിവെച്ച ഒരവസ്ഥയിൽ നമ്മളും നമ്മുടെ ആരോഗ്യത്തെ ശ്രദ്ധിക്കുക. പരമാവധി പുറത്തിറങ്ങുമ്പോൾ ആ രൂപത്തിലുള്ള രക്ഷാ നിയന്ത്രണവുമായി രക്ഷാ കവചവുമായി തന്നെ പുറത്തിറങ്ങാൻ ശ്രദ്ധിക്കുക. ഇങ്ങനെ പരമാവധി നമ്മുടെ ശരീരത്തെ നമ്മുടെ ആരോഗ്യത്തെ പരമാവധി സുരക്ഷിതമാണ് എന്ന് ഉറപ്പുവരുത്തുക. എന്നിട്ട് പടച്ചോണ്ട് പ്രാർത്ഥിക്കുക, എനിക്ക് ബുദ്ധിമുട്ടൊന്നും വരരുത് എന്ന്. അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ആഫിയത ഫീ ബദനി. അല്ലാഹുവേ, എൻ്റെ ശരീരത്തിന് നീ ആരോഗ്യം തരണേ എന്ന് അല്ലാഹുവോട് പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയുമായി യാത്ര ചെയ്യുക. അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ആഫിയത. അല്ലാഹുവേ, ഞാനിത് ആരോഗ്യം ചോദിക്കുന്നു, എനിക്ക് നീ ആരോഗ്യം തരണേ. എവിടെ ആരോഗ്യം വേണ്ടത്? ഫീ ബദനി, എൻ്റെ ശരീരത്തിൽ ആരോഗ്യമുണ്ടാവണം. എൻ്റെ ശരീരത്തിന് ആരോഗ്യമുണ്ടാവണം, എൻ്റെ ഖൽബിന് ആരോഗ്യമുണ്ടാവണം, എൻ്റെ അവയവങ്ങൾക്ക് ആരോഗ്യമുണ്ടാവണം എന്ന് അല്ലാഹുവോട് പ്രാർത്ഥിക്കുക. ആ പ്രാർത്ഥനയുമായി മുന്നോട്ട് നീങ്ങുക. അല്ലാഹു നമുക്ക് എല്ലാവർക്കും ആ രൂപത്തിലുള്ള ഈമാൻ അല്ലാഹു നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. അർഹമുർ റഹീമായ അല്ലാഹുവേ,